വെൽക്കം ബാക്ക്. നമ്മളെ ജാനിക്കുട്ടി ഇവിടെ കണ്ടില്ലേ കുറുമ്പ് കാണിക്കണത്. ഏയ് നാടൻ വന്നു. പ്ലീസ് സുന്ദരി പെണ്ണല്ലേ. ജാമ്പി ചപ്പാത്തി ഉണ്ടാക്കണത് കാണിച്ചു കൊടുക്കാം അമ്മ. ഓക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. ജാനിക്കുട്ടി എന്നെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കാണ് അല്ലേ. ഞങ്ങളിതാ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വേഗം അടുക്കളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നാളെ രാവിലെ 5:30 ആകുമ്പോ ഇവിടുന്ന് പോവും. ചോറ്റാനിക്കര എവിടേക്കാ? അമ്മാമ്മയുടെ വീട്ടിൽ ചെല്ലടാ. നമ്മള് അമ്പലത്തിലേക്ക് പോണത്. ഓക്കെ, അപ്പൊ ആരൊക്കെ ഉണ്ട് അമ്പലത്തേക്ക് പോവാൻ? അബ്ബണ്ട്, അച്ഛണ്ട്, പിന്നെ പൊന്നു, ലച്ചു, ബേബി, അമ്മ, അച്ചാച്ചൻ, അക്കു ചേച്ചി, അച്ഛണ്ട്, ടുട്ടു, അമ്മായി, അല്ല എല്ലാവരും ഉണ്ട് അല്ലേ. ആ അക്കു. അപ്പൊ ഞങ്ങള് വേഗം പണിയൊക്കെ തീർക്കട്ടെ അല്ലേ. തീർക്കട്ടെ പറഞ്ഞേ പറയേ. അമ്മയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത്. ഒരു വഴിപാടുണ്ട്, അപ്പോൾ അത് കുറേ നാളായി നേർന്നിട്ട്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ നമ്മൾ പഴയ കാറിലാണെങ്കിൽ എല്ലാവരും കൂടി കൊള്ളുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ആ ഒരു യാത്ര നീണ്ടു പോയതാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ കാറിൽ എല്ലാവരും കൊള്ളും. അപ്പം ഞങ്ങൾ ഈ ഒരു ദിവസം പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി. ചോറ്റാനിക്കര അമ്പലം എറണാകുളം ഡിസ്ട്രിക്റ്റിലാണല്ലോ. ഇവിടെ നിന്ന് ഒരു 3.5 മണിക്കൂറുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക്. അപ്പോൾ ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ ഇറങ്ങണം, കാരണം വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും 5:30 എന്ന് വിചാരിച്ചത്, പക്ഷേ 6:30-7 മണിയൊക്കെ ആയി. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഉമ്മർത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അച്ഛൻ കുളിക്കാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി. അച്ഛന് ഇച്ചിരി മടിയുണ്ട് ട്രിപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ആയാസം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. 5:30 പറഞ്ഞിട്ട് 6:30. പിന്നെ ഏട്ടൻ എന്താ ലഗേജൊക്കെ പാക്ക് ചെയ്ത് കാറ് ഓടിക്കാൻ വേണ്ടി സെറ്റായിട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ അച്ഛനും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇറങ്ങും. പിന്നെ പോകുന്ന വഴി നമ്മൾ കൈപ്പറമ്പിൽ കയറിയിട്ട് ചേച്ചീനും പിള്ളേരേനും എടുക്കും കേട്ടോ. അപ്പോൾ അവർക്ക് തലേദിവസം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, അവർക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് അവരെയും കൂടി പിക്ക് ചെയ്യണം. അങ്ങനെ തന്നെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അത് അമ്മ കാറിൽ കയറുന്നു, അച്ഛൻ കാറിൽ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നുണ്ട്, ഏട്ടൻ എന്താ കാർ ഓടിക്കാൻ വേണ്ടി സെറ്റായിരിക്കുന്നു. ഞങ്ങൾ വീടിനോട് ടാറ്റൊക്കെ പറഞ്ഞത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അച്ഛൻ ഗേറ്റൊക്കെ പൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ കൈപ്പറമ്പിൽ പോയിട്ട് ചേച്ചനും പിള്ളേരേനെ എടുക്കണം. അങ്ങനെ അവരെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ആര്യാസിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. കാരണം നമ്മൾ അമ്പലത്തിലെത്തി തൊഴുത് ഇറങ്ങുമ്പോഴേക്കും ഒരു സമയമായി ആവും. അപ്പോൾ പിന്നെ പിള്ളേർക്കും അച്ഛനൊക്കെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഷുഗറൊക്കെ ഉള്ള കാരണം അത് ലോ ആയി കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒനിയൻ ദോശ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഊത്തപ്പമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഊത്തപ്പം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഓർഡർ ചെയ്തു. പക്ഷേ സാധനം വന്നു കഴിഞ്ഞപ്പോൾ ഊത്തപ്പം വേറെ, ഒനിയൻ ദോശ വേറെ, രണ്ടാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഗീ റോസ്റ്റിൻ്റെ ഉള്ളിൽ കുറേ ഒനിയൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് ഒനിയൻ ദോശ. അത് നമ്മൾ ഊത്തപ്പല്ല, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏട്ടനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഈ ഹോട്ടലിലാണ് കയറാറ്. ഇത് കൊച്ചിയിൽ തന്നെയാണ്. നല്ല അടിപൊളി ഫുഡൊക്കെയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ കോഫി അടിപൊളിയാണ് കേട്ടോ. നല്ല കോഫിയൊക്കെ കുടിച്ച് ദോശയൊക്കെ കഴിച്ച് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്.
ഗായ്സ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിലെത്തി. ഗായ്സ് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെയാണ് കാർ പാർക്കിങ്. ഇതാ പോണു ടോയ് മേടിക്കാൻ. ഞങ്ങൾ അമ്പലത്തിലെത്തി. വേഗം തന്നെ ഉള്ളിലൊക്കെ കയറി തൊഴുതു കേട്ടോ. നന്നായി തൊഴാനൊക്കെ പറ്റി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. അമ്പലത്തിൻ്റെ അകത്ത് ഫോൺ കൊണ്ടുവന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് വീഡിയോസൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും കുറച്ചെടുത്തു. ഒരുപാടൊന്നും എടുത്തില്ല, കാരണം അമ്പലമല്ലേ, അപ്പം അതിൻ്റേതായൊരു നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസാണ് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തത്. അങ്ങനെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി ഞങ്ങൾക്ക് പായസമൊക്കെ കിട്ടി. പായസമൊക്കെ കൈയോടെ തന്നെ ഞങ്ങൾ കുടിച്ചു. പിന്നെ അമ്മ ഹാപ്പി ആയിട്ടോ അമ്മയുടെ വഴിപാടൊക്കെ ചെയ്ത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല ചൂടായിരുന്നു, നല്ല വെയിലും. പിന്നെ എവിടുന്ന അടുത്തത് എവിടിക്കാം? 5 മണിക്കൂറൊക്കെ ഏട്ടന് പുല്ലാണ്, പുല്ല്. 8 മണിക്കൂറൊക്കെ 9, 10, 12, 14 മണിക്കൂർ വരെ ഓടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതാ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വെച്ചത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ മൂന്നാർ ട്രിപ്പും കൂടിയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എന്തിനാ ഈ വെയിറ്റ് പിടിച്ചെന്നല്ലേ, അതൊന്നുമല്ല. 2 തവണ ഏട്ടൻ കഴിഞ്ഞ ആഴ്ച മൂന്നാറിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് വന്നുള്ളൂ. അപ്പോൾ മൂന്നാറല്ലാതെ വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോ എന്നാണ് ആളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മടി അത്രയേ ഉള്ളൂ, അല്ലാതെ കൊണ്ടുപോകാനൊന്നും ഒരു മടിയില്ല കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ നല്ല ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇതൊരു തറവാട് പോലത്തൊരു സ്ഥലം. അത് ഹോട്ടലാക്കിയിട്ട് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫുഡ് വലിയ കുഴപ്പമില്ല. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് കേട്ടോ. നല്ല മസാലയൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ബിരിയാണി ആയിരുന്നു. പിന്നെ അമ്മ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ്, വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസ്. പിന്നെ അച്ഛൻ മീൻകറിയും ചോറും. നന്നായിട്ട് ഊണൊക്കെ കഴിച്ചു. എൻ്റെ ഡയറ്റൊക്കെ തെറ്റി. പണ്ടത്തെ തറവാട്ടിലെ കൊട്ടാരത്തിലൊക്കെ ഉണ്ടാവുന്ന കുറേ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതമ്മലൊക്കെ കയറി തിന്നിട്ട് ഞങ്ങൾ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്ന ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി മൂന്നാറിലെത്തി. മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിമാലി എത്തിയിട്ട് അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അതിൻ്റെ ചുറ്റും ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം, പിന്നെ പൈനാപ്പിൾ, മാങ്ങ ഇതൊക്കെ മേടിച്ച് കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുമ്പോഴേക്കും നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. ഓടി വേഗം കാറിൽ കയറി. നമ്മുടെ ഹോട്ടലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. അങ്ങനെ നല്ല അടിപൊളി വെതറായിരുന്നു കേട്ടോ. മഴയും ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ മൂന്നാർ ട്രിപ്പ് അടിപൊളി തന്നെയായിരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കാണ് പോയത്. ഞങ്ങൾ അടിമാലിയിൽ നിന്ന് കുറച്ച് മേലേക്ക് വന്നു, എന്നാൽ മൂന്നാർ എത്തിയിട്ടില്ല. ഇതിൻ്റെ നടുവിലായിട്ടാണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തത്. ഫിലിം സ്റ്റാർ ബാബുരാജിൻ്റെ ആണ് ഈ ഒരു റിസോർട്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടില്ല, ഒറിജിനൽ പാറയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് കോട്ടേജുകളാണ്. അപ്പോൾ നമ്മൾ ഹോൾ ഫാമിലി അല്ലെങ്കിൽ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ അഫോർഡബിൾ റേറ്റിന് നിൽക്കാൻ പറ്റിയ അടിപൊളി ഹോട്ടലാണ്. റിസോർട്ടിൻ്റെ പേര് സ്പ്രിംഗ്. ഏട്ടനാണെങ്കിൽ മുകളിൽ പോയിട്ട് കോട്ടേജൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കോട്ടേജൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ 2 ബെഡ്റൂമുള്ള ഒരു കോട്ടേജും അതിൽ ലിവിങ് ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡബിൾ ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ലിവിങ് റൂമും ഒരു ബെഡ്റൂമും ഉള്ളൊരു കോട്ടേജ്. അങ്ങനെ 2 കോട്ടേജാണ് എടുത്തത്. രണ്ടിനും കൂടിയിട്ട് 8000 റുപ്പീസ് ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ കോംപ്ലിമെൻ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ജിം ആൻഡ് സ്പാ ഉണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പ് ഫയറും DJ പാട്ടൊക്കെ ഇവർ സെറ്റ് ചെയ്ത് തരും. അതിനുള്ളൊരു ആംബിയൻസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ.
നല്ല അടിപൊളി സെറ്റപ്പ് ഗായ്സ്. അപ്പം ഞങ്ങളുടെ റൂം അവിടെയാണ് പറയണത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഉറങ്ങും, എടുക്കും, കുളിക്കും. ഇതൊരുപാടുണ്ടല്ലോ. കേറ്റാണ്ട് കയറി വന്നപ്പോഴും ഞാൻ കിതച്ച് പറ്റിയായി. ഇവിടെ ചുറ്റും ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നടുവിലാണ് ഓരോ കോട്ടേജിന് ഓരോ പേരൊക്കെ ഉണ്ട്. നമുക്കിത് അവിടെ ഒരു ലിവിങ് റൂമും പിന്നെ ഒരു ബെഡ്റൂമാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ബെഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമും അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു രാത്രി. നല്ല തണുപ്പുണ്ട്, നല്ല വെതറായിരുന്നു പുറത്ത്. ഇതൊരു കോട്ടേജ് പോലെയാണ് കേട്ടോ. കബോർഡൊക്കെ നോക്ക്, വലിയ കബോർഡ്. നമുക്ക് കോഫി ഉണ്ടാക്കി കുടിക്കാൻ കെറ്റിലില്ലേ. പിന്നെ ഇത് ചെറിയൊരു ലിവിങ് റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ താഴെ ഡബിൾ റൂമുള്ള സ്ഥലത്താണ് അവരുള്ളത്. നമ്മൾ തൊട്ട് താഴെതാ ആ കാണുന്ന കോട്ടേജിൽ ഇതപ്പോൾ ഒന്നും ലഗേജ് എടുത്തിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ബംഗാളി കുടുംബങ്ങളാണ്. അതെ, നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലോട്ട് പോവാണ്. Guys, this is swimming pool. ജമ്പ് ജമ്പ്. റെഡി സ്റ്റഡി. ഗായ്സ്, ഇപ്പം സമയം ഒരു 6 മണിയൊക്കെ ആവാറായി. ഇനിയിപ്പോൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് 1 മണിക്കൂറുണ്ട്. ഞങ്ങൾ മൂന്നാറിൻ്റെ താഴെയാണ് താമസിക്കുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫോഗ് ഇറങ്ങും, പ്രത്യേകിച്ചൊന്നും കാണില്ല. അപ്പം ഞങ്ങൾ നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെ തിരിച്ചു വരാം. ഓക്കെ, ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ്. അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റാർട്ടർ പോലെ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ വെജ് സൂപ്പും, പിന്നെ നമ്മൾ ബട്ടർ ചിക്കനും പൊറാട്ട, ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി, പിന്നെ അമ്മയ്ക്ക് വെജിറ്റേറിയനായിട്ട് പനീർ ടിക്ക മസാല,
പിന്നെ നമ്മൾ എന്താ ഓർഡർ ചെയ്തത്, പിന്നെ അച്ഛന് ചോറും മീൻകറി. അച്ഛന് അതന്നെ കഴിച്ചുള്ളൂ, വേറെ ഒന്നും കഴിക്കാന്ന് വെച്ചാൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഒരു ട്രിപ്പിൽ ഫുള്ളും അച്ഛനാകെ മൂഡ് ഓഫ് ആയ പോലെയായിരുന്നു. ചാമ്പിതാ സൂപ്പ് കുടിക്കണു. പാപ്പുവാണിത്, ഇതിന്റെ പേരാണ് സൂപ്പ്. കുടിച്ചോക്ക്, രസം നോക്ക്, കുടിച്ചോക്ക് വേഗം. യമ്മിയെണ്ണോ കുടിച്ചോ. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോയി കാണും. ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എഴുന്നേറ്റതാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ട്. നാളെയാണ് നമ്മൾ മൂന്നാർ ഫുള്ള് കറങ്ങാൻ പോണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് പറയണേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.